ഹലോ, എല്ലാവർക്കും സ്റ്റഡി സോണിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇതുവരെ സ്റ്റഡി സോണിൻ്റെ ക്ലാസ്സുകൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, തുടർന്ന് കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. എങ്കിൽ നിങ്ങൾക്ക് സ്റ്റഡി സോണിൻ്റെ മറ്റ് ക്ലാസ്സുകൾ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. നമ്മുടെ എല്ലാ എന്താ പറയുക PSC ക്വസ്റ്റ്യൻസിനും വന്നുകൊണ്ടിരിക്കുന്ന ഒരു ടോപ്പിക്കാണ് സസ്യ ഹോർമോണുകൾ. സോ നമ്മുടെ മനുഷ്യ ശരീരത്തിലുള്ള ഹോർമോണുകളെ കുറിച്ച് ഡിസ്കസ് ചെയ്തായിരുന്നു. അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് സസ്യ ഹോർമോണുകളും. സോ സസ്യങ്ങളിലെ എല്ലാ ജീവൽ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നതും ഏകോപിപ്പിക്കുന്നതും ഒക്കെ എന്താണ്? ഈ സസ്യ ഹോർമോണുകളാണ്. അത് ഓർമ്മയിൽ വയ്ക്കുക. നമ്മുടെ മനുഷ്യരിലുള്ളതുപോലെ തന്നെ സസ്യങ്ങളിൽ ജീവൽ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നതും ഏകോപിപ്പിക്കുന്നതും ഈ സസ്യ ഹോർമോണുകളാണ്. ഓക്കെ. സോ സസ്യങ്ങളിൽ ജീവൽ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നതും ഏകോപിപ്പിക്കുന്നതും ആരാണ്? സസ്യ ഹോർമോണുകളാണ്. ഓക്കെ, അത് മറന്നു പോകരുത്. നമ്മുടെ ബോഡിയിലുള്ളതുപോലെ തന്നെ സസ്യങ്ങളിലും അവരുടെ ജീവൽ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്നത് ആരാണ്? സസ്യ ഹോർമോണുകളാണ്. ഇതിനെ നമുക്ക് പ്ലാന്റ് ഹോർമോൺസ് എന്ന് വിളിക്കാം. എന്താ വിളിക്കുന്നത്? പ്ലാന്റ് ഹോർമോൺസ് എന്നും വിളിക്കാം. ഓക്കെ. സോ സസ്യ വളർച്ചാ നിയന്ത്രക വസ്തുക്കൾ, ഇതിനെ വേറൊരു പേരിലും അറിയപ്പെടുന്നുണ്ട്. എന്താണ്? സസ്യ വളർച്ചാ നിയന്ത്രക വസ്തു. ഓക്കെ, ഇങ്ങനെ പറഞ്ഞാൽ എന്ത് തന്നെയാണ്? പ്ലാന്റ് ഹോർമോൺ അല്ലെങ്കിൽ സസ്യ ഹോർമോൺ തന്നെ ആണെന്ന് ഓർത്ത് വയ്ക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് പഠിക്കാം. ആദ്യമായിട്ട് നമ്മൾ ഓക്സിൻ എന്ന് പറയുന്നതാണ് നോക്കുന്നത്. ഓക്സിൻ എന്ന് പറയുന്നത് ഒരു സസ്യ ഹോർമോണാണ്. ഇത് എന്തിനാണ് സഹായിക്കുന്നത്? കാണ്ഡം നീളം വയ്ക്കാൻ. കാണ്ഡം എന്ത് ചെയ്യാനാണ്? കാണ്ഡത്തിൻ്റെ വളർച്ചയ്ക്ക്. ഓക്കെ, കാണ്ഡം വളരുന്നതിനാണ്, സസ്യത്തിൻ്റെ കാണ്ഡം വളരുന്നതിനാണ് ഓക്സിൻ എന്ന ഹോർമോൺ സഹായിക്കുന്നത്. ഒരു സ്വാഭാവിക ഓക്സിന് എക്സാമ്പിളാണ് ആര്? ഇൻഡോൾ. മറക്കരുത്, ഇൻഡോൾ 3 അസറ്റിക് അമ്ലം എന്ന് പറയുന്നത് നമ്മളതിനെ IAA എന്ന് പറയും. ഇൻഡോൾ 3 അസറ്റിക് അമ്ലം എന്നാണ് ഇതിൻ്റെ പേര്. ഓക്കെ, അതായത് ഇതെങ്ങനെയാണ് കാണ്ഡം വളരുന്നതിന് സഹായിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഹോർമോൺ നമ്മുടെ സസ്യങ്ങളിലെ കോശത്തിൻ്റെ കോശം ദീർഘീകരിപ്പിക്കും. ഓക്കെ, കോശ ദീർഘീകരണമാണ്. സോ കോശ ദീർഘീകരണത്തിന് സഹായിക്കുന്ന ഹോർമോൺ ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? ഓക്സിൻ തന്നെയാണ്. അതേപോലെ വേരുകളുടെയൊക്കെ അമിത വളർച്ച തടയുകയും അപ്പോൾ നമുക്കിവിടെ എഴുതാം, വേരുകളുടെ അമിത വളർച്ച തടയുന്നു. പിന്നെന്താണ് അടുത്തതായിട്ട് നമുക്ക് പറയാം? ഫലരൂപീകരണത്തിന് സഹായിക്കുന്നു. ഫലങ്ങളുടെ രൂപീകരണത്തിന് സഹായിക്കുന്നു. ഓക്കെ ആണല്ലോ. സോ കാണ്ഡം വളരുന്നതിന് വേണ്ടി സഹായിക്കുന്നു. ഒരു സ്വാഭാവിക ഓക്സിൻ ഉദാഹരണമാണ് ഇൻഡോൾ 3 അസറ്റിക് അമ്ലം എന്ന് പറയുന്നത്. കോശ ദീർഘീകരണത്തിന് സഹായിക്കുന്നു.
കോശ ദീർഘീകരണത്തിന് സഹായിക്കുന്നു. വേരുകളുടെ അമിത വളർച്ച തടയുന്നു. വേരുകളുടെ അമിത വളർച്ച എന്താ ചെയ്യുന്നത്? തടയുന്നു. അടുത്തതായിട്ട് പറയാനുള്ളത് ഫലരൂപീകരണത്തിന് സഹായിക്കുന്നു. ഇത്രയാണ് ഓക്സിനെ കുറിച്ചിട്ട് പറയാനുള്ളത്. അടുത്ത ഒന്നാണ് ജിബ്ബറില്ലിൻ. ഏതാണ്? ജിബ്ബറില്ലിൻ. ജിബ്ബർലിൻ. ഓക്കെ. സോ ഈ ജിബ്ബർലിൻ എന്ന് പറയുന്നത് രണ്ടാമത്തെ നിങ്ങൾക്ക് പഠിക്കാനുള്ളൊരു സസ്യ ഹോർമോണാണ്. ഇതിൻ്റെതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സസ്യങ്ങളിലെ ത്വരിതഗതിയിലുള്ള വളർച്ചയ്ക്ക് കാരണമാകുന്നു. ത്വരിതഗതിയിലുള്ള വളർച്ചയ്ക്ക് കാരണമാകുന്നു. ഓക്കെ. ത്വരിതഗതിയിലുള്ള വളർച്ചയ്ക്ക് കാരണമാകുന്ന ഹോർമോൺ ഏത്? ജിബ്ബറിലിൻ എന്ന് നമുക്ക് പറയാം. അതേപോലെ വിത്തുകൾ മുളയ്ക്കുന്ന സമയത്ത് അതിൽ രാസാഗ്നികളുടെ ഉൽപ്പാദനം ഉത്തേജിപ്പിക്കുന്ന ഹോർമോണാണ് ഏത്? ജിബ്ബറിലിൻ. വിത്തുകൾ മുളയ്ക്കുമ്പോൾ അപ്പം കൂടെ എഴുതാം. വിത്തുകൾ മുളയ്ക്കുമ്പോൾ അതിൽ രാസാഗ്നികളുടെ ഉൽപ്പാദനം ഉത്തേജിപ്പിക്കുന്നു. ഇതാരുടെ പണിയാണ്? ജിബ്ബറിലിൻ്റെ പണിയാണിത്. ഓക്കെ. ഇനി എഥിലിൻ എന്ന് പറയുന്ന സസ്യ ഹോർമോൺ. സോ എഥിലിൻ എന്ന് പറയുന്നത് വാതക രൂപത്തിൽ കാണുന്ന ഒരു ഹോർമോണാണ്. കാണപ്പെടുന്ന ഒരു ഹോർമോണാണ് ഇത് എഥിലിൻ എന്ന് പറയുന്നത്. എഥിലിൻ്റെ ഒരു ഫങ്ഷൻ എന്ന് പറയുന്നത്, ധർമ്മം എന്ന് പറയുന്നത് ഫലങ്ങൾ പാകമാകാൻ സഹായിക്കുന്ന ഒരു ഹോർമോണാണ്, സസ്യ ഹോർമോണാണ് ഇത് എഥിലിൻ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. സോ ഫലങ്ങൾ രൂപപ്പെടാൻ സഹായിക്കുന്നത് ഏത് ഹോർമോണാണ്? ഓക്സിനാണ്. ഫലരൂപീകരണത്തിന് സഹായിക്കുന്നത് ഓക്സിനാണ്. എന്നാൽ ഫലങ്ങൾ പാകമാകാൻ സഹായിക്കുന്നത് എഥിലിൻ എന്ന് പറയുന്ന ഹോർമോണാണെന്ന് ഓർത്ത് വയ്ക്കുക. അടുത്തതാണ് സൈറ്റോകൈനിൻ. സോ സൈറ്റോകൈനിൻ എന്ന് പറയുന്നത് നോക്കാം. ഓക്സിജനുമായി ചേർന്ന്, സോ സൈറ്റോകൈനിൻ്റെ ഒന്നാണ്, ഓക്സിജനുമായി ചേർന്ന് സസ്യങ്ങളിൽ കോശവിഭജനവും അതേപോലെ തന്നെ കോശവൈവിധ്യവൽക്കരണം ഇത് രണ്ടും സാധ്യമാക്കുന്ന, അതേപോലെ തന്നെ കോശ വളർച്ച ഇതൊക്കെ ചെയ്യുന്ന ആളാണ് സൈറ്റോകൈനിനാണ്. ഓക്സിജൻ്റെ സാന്നിധ്യത്തിൽ ഓക്സിജനുമായിട്ട് ചേർന്ന് സസ്യങ്ങളിൽ കോശവിഭജനത്തിനും കോശ വളർച്ചയ്ക്കും കോശവൈവിധ്യവൽക്കരണത്തിനും സഹായിക്കുന്ന, സസ്യങ്ങളുടെ ഇതിലെല്ലാം സഹായിക്കുന്ന ഹോർമോണിൻ്റെ പേരാണെന്ത്? സൈറ്റോകൈനിൻ എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ നമുക്ക് പറയാം. തേങ്ങാവെള്ളത്തിൽ കൂടുതലായിട്ട് കാണപ്പെടുന്നത് ഏതാണ്? സൈറ്റോകൈനിനാണ് തേങ്ങയുടെ വെള്ളത്തിൽ ധാരാളമായിട്ട് കാണപ്പെടുന്ന ഹോർമോൺ എന്ന് പറയാം. വേഗത്തിലുള്ള പോഷക വിഘടനത്തെ സഹായിക്കുന്നു. ഇതെന്തിനു സഹായിക്കുന്നു? വേഗത്തിലുള്ള പോഷക വിഘടനത്തിന് സഹായിക്കുന്നു. ഓക്കെ. ഇതാണ് സൈറ്റോകൈനിനെ കുറിച്ചിട്ട് പറയാനായിട്ടുള്ളത്. ഇനി നമുക്ക് അടുത്തതായിട്ട് അബ്സിസിക് ആസിഡിനെ നോക്കാം. അബ്സിസിക് ആസിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സസ്യങ്ങളിലെ ഇലകൾ, അതേപോലെ കായകൾ
ഇവ പൊഴിയാൻ സഹായിക്കുന്നു. ഓക്കെ, ഇലകൾ, കായകൾ, നമുക്കിവിടെ എഴുതാം, ഇലകൾ, കായകൾ എന്നിവ പൊഴിയാൻ സഹായിക്കുന്നു. എന്നിവയെ പൊഴിയാൻ സഹായിക്കുന്ന ഹോർമോൺ ഏതാണ്? അബ്സിസിക് ആസിഡാണ് എന്ന് മനസ്സിലാക്കുക. അതേപോലെ പ്രതികൂല സാഹചര്യങ്ങൾ, അനുകൂലമല്ല പ്രതികൂല സാഹചര്യങ്ങളിൽ സസ്യത്തിൻ്റെ നിലനിൽപ്പിന് പ്രധാന പങ്ക് വഹിക്കുന്ന ഒരു ഹോർമോണാണ് ഇത് അബ്സിസിക് ആസിഡ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. സോ അതിൽ വേറൊരു കാര്യം കൂടെ, 2 ഹോർമോണിൻ്റെ പേരും കൂടെ ഓർത്ത് വയ്ക്കുക. ഫ്ലോറിജൻ പേരിൽ തന്നെയുണ്ട്, ഫ്ലവർ. എന്താണ്? ഫ്ലവർ. ഫ്ലോറിജൻ പുഷ്പിക്കാൻ സഹായിക്കുന്നു. എന്താണ്? പുഷ്പിക്കാൻ സഹായിക്കുന്ന ഹോർമോണാണ് ഇത് ഫ്ലോറിജൻ. ഓക്കെ, ഇനി ചെടികൾ പുഷ്പിക്കാനുള്ള കാലദൈർഘ്യം കുറയ്ക്കുന്നതിനായി സസ്യഭാഗങ്ങളെ ശീതീകരണ പ്രക്രിയയ്ക്ക് വിധേയമാക്കുന്ന ഒരു രീതിയുണ്ട്. ആ രീതിയുടെ പേരാണെന്ത്? വെർണലൈസേഷൻ. സോ വെർണലൈസേഷൻ ഉപജ്ഞാതാവ് എന്ന് പറയുന്നത് ലൈസെങ്കോ ആണെന്നും കൂടെ ഓർത്ത് വയ്ക്കുക. സോ ഇത്രയും ഹോർമോണുകളാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ഏതൊക്കെയാണ്? ഓക്സിൻ. ഒന്നാമതായിട്ട് നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ഓക്സിൻ ആണ്. ഓക്സിൻ എന്ന് പറയുന്നത് കാണ്ഡം വളരുന്നതിന് സഹായിക്കുന്നുണ്ട്, കോശ ദീർഘീകരണത്തിന് സഹായിക്കുന്നുണ്ട്, വേരുകളുടെ അമിത വളർച്ച തടയുന്നുണ്ട്, പിന്നെ ഫലരൂപീകരണത്തിന് സഹായിക്കുന്നുണ്ട്. ഒന്നും കൂടെ, കാണ്ഡം വളരുന്നതിന്, കോശത്തിൻ്റെ ദീർഘീകരണത്തിന്, വേരുകളുടെ അമിത വളർച്ച തടയുന്നു, ഫലരൂപീകരണത്തിന് സഹായിക്കുന്ന ആളാണ് ആര്? ഓക്സിൻ എന്ന് പറയുന്നത്. ഒരു സ്വാഭാവിക ഓക്സിനാണ് ഇൻഡോൾ 3 അസറ്റിക് ആസിഡ്. താഴെ തന്നിരിക്കുന്നവയിൽ ഒരു സ്വാഭാവിക ഓക്സിൻ ഉദാഹരണം ഏത് എന്ന് ചോദിച്ചിട്ട് ഇൻഡോൾ 3 അസറ്റിക് അമ്ലം, ഇൻഡോൾ 3 അസറ്റിക് അമ്ലം അല്ലെങ്കിൽ IA എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതാണ് നമ്മുടെ ആൻസർ വരുന്നത്. ഓക്കെ ആണല്ലോ. ഇനി ജിബ്ബറിലിൻ എന്ന് പറയുന്നത് അടുത്തൊരു സസ്യ ഹോർമോണാണ്. അതായത് ത്വരിതഗതിയിലുള്ള സസ്യങ്ങളുടെ വളർച്ചയ്ക്ക് സഹായിക്കുന്നു. അതേപോലെ വിത്തുകൾ മുളയ്ക്കുമ്പോൾ അതിൽ രാസാഗ്നികളുടെ ഉൽപ്പാദനത്തെ ഉത്തേജിപ്പിക്കുന്ന ആളാണ് ആര്? ജിബ്ബറിലിൻ എന്ന് പറയുന്നത്. എഥിലിൻ എന്നുള്ളത് ഓർത്ത് വയ്ക്കുക. പഴങ്ങൾ പാകമാകാൻ സഹായിക്കുന്ന ഹോർമോണാണ് എഥിലിൻ. വാതക രൂപത്തിൽ കാണപ്പെടുന്ന ഹോർമോൺ ഏതെന്ന് ചോദിച്ചാൽ എഥിലിനാണ്. ഇനി സൈറ്റോകൈനിനാണ് നമ്മുടെ കോശവിഭജനത്തിനും കോശത്തിൻ്റെ വളർച്ചയ്ക്കും അതേപോലെ തന്നെ കോശവൈവിധ്യവൽക്കരണത്തിനും നമ്മളെ സസ്യങ്ങളെ സഹായിക്കുന്നത്. ആരുടെ സാന്നിധ്യത്തിൽ? ഓക്സിജൻ്റെ സാന്നിധ്യത്തിൽ. ഇനി തേങ്ങാവെള്ളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ആരെയാണ്? സൈറ്റോകൈനിനെയാണ്. വേഗത്തിലുള്ള പോഷക വിഘടനത്തിന് സഹായിക്കുന്നത് ആരാണ്? ഈ സൈറ്റോകൈനിനാണെന്ന് ഓർത്ത് വയ്ക്കുക. ദെൻ നെക്സ്റ്റ് വന്നിട്ട് അബ്സിസിക് ആസിഡാണ്. അബ്സിസിക് ആസിഡ് ഇലകൾ പൊഴിയുന്നതിനും കായ്കൾ പൊഴിയുന്നതിനും സസ്യങ്ങളെ സഹായിക്കുന്ന ഹോർമോൺ ഏത്? ഇലകൾ, കായ്കൾ എന്നിവ പൊഴിയാൻ സഹായിക്കുന്ന ഹോർമോണാണ് അബ്സിസിക് ആസിഡ്. ഇനി ഫ്ലോറിജൻ പേര് തന്നെയുണ്ട്, പുഷ്പിക്കുന്നതിന് സഹായിക്കുന്ന ഹോർമോണാണേത്? ഫ്ലോറിജൻ. ഇത് മറക്കരുത്, ഫ്ലോറിജൻ. ഫ്ലോറിജൻ്റെ പേരിൽ തന്നെയുണ്ട്. അതിൻ്റെ ഫങ്ഷൻ എന്താണ്? പുഷ്പിക്കുന്ന